ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിൽ 11ാം ദിവസം സായാഹ്ന ധർണ നടത്തി കേരള മുസ്ലിം ജമാഅത്ത് കായംകുളം സോൺ കമ്മിറ്റി പങ്കാളികളായി. ധർണ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ താഹ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിൽ 11ാം ദിവസം കേരള മുസ്ലിം ജമാഅത്ത് കായംകുളം സോൺ കമ്മിറ്റി പങ്കാളികളായി. നമ്മുടെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, സിവിൽ സർവീസ് സ്റ്റേഷൻ, കോടതി, ട്രഷറി, ഗവൺമെൻറ് ആശുപത്രി, മറ്റാശുപത്രികൾ, MSM കോളേജ്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റ്, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ, സസ്യ മാർക്കറ്റ്, അതുപോലെ മത്സ്യ മാർക്കറ്റ്, ഇങ്ങനെയുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് കൂടുതലും ഹൈവേയുടെ കിഴക്ക് ഭാഗത്താണ്. ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾ കിഴക്ക് ഭാഗത്ത് ഉള്ള പ്രവർത്തനങ്ങളുമായി, സംരംഭങ്ങളുമായി, സ്ഥാപനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ മേൽപ്പാത ഉണ്ടാക്കാതെ ഒരുപക്ഷെ അവിടെ പഴയ പ്ലാൻ അനുസരിച്ച് ഒരു അടിപ്പാത മാത്രം ഇവിടെ ONK ജംഗ്ഷനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, അടിപ്പാത ഇവിടെയും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല നമുക്കറിയാം. കാരണം നമ്മുടെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ജംഗ്ഷനിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ദിവസവും നൂറുകണക്കായ വാഹനങ്ങൾ, വലുതും ചെറുതുമായ നൂറുകണക്കായ വാഹനങ്ങൾ തേരാപ്പാരെ എപ്പോഴും നഞ്ചുകൊണ്ടിരിക്കുകയാണ്, കിഴക്കോട്ടും കിഴക്കൊന്നും പടിഞ്ഞാറും. ഇവിടെ അടിപ്പാത മാത്രം നിർവഹിക്കുകയാണെങ്കിൽ ഒരിക്കലും രണ്ട് ഭാഗത്തുള്ള യാത്ര സുഖമായി പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ പടിഞ്ഞാറു നിന്ന് വരുന്നവർ ഐക്യേഷൻ വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയായിരിക്കും. കിഴക്കു നിന്നാണെങ്കിൽ ഒരുപക്ഷെ പ്രതാങ്ങംകോടി വരെയിലെ മേടമുക്ക് വരെ നീണ്ട വാഹനങ്ങളുടെ നിരയായിരിക്കും, ക്യൂ ആയിരിക്കും. ജനങ്ങളുടെ യാത്രാ സൗകര്യം മുഴുവൻ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമായിരിക്കും. അതല്ല, ഇവിടെ അടിപ്പാത ഇല്ല എങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇനി കിഴക്ക് ഭാഗത്തേക്ക് പോകണമെങ്കിൽ വടക്കോട്ട് കുറേ യാത്ര ചെയ്ത് പുത്തൻതോട് മുക്കിൽ നിന്നോ അല്ലെങ്കിൽ GDM ജംഗ്ഷനിൽ നിന്നോ തിരിഞ്ഞു പോകേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ഇത് ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളെയും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെയും നശിപ്പിച്ച് കളയുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ ഒരു വർഷത്തിലേറെയായി ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സമരം ചെയ്തുകൊണ്ട് നാം എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് നമുക്കിവിടെ നിർബന്ധമായും പില്ലറിന് മേലുള്ള മേൽപ്പാത പില്ലറിൽ ഉണ്ടാക്കിയ മേൽപ്പാത അനിവാര്യമാണ് എന്നുള്ളതാണ്. അതില്ലാതെ ഷഹിദാർ പള്ളി ജംഗ്ഷൻ മുതൽ ടെസ്മോ ജംഗ്ഷൻ വരെ വേണമെന്നാണ് നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത്. അങ്ങനെ മേൽപ്പാത ഉണ്ടാക്കുകയാണെങ്കിൽ സുഖകരമായ യാത്ര ചെയ്യാൻ സാധിക്കും. ഒരു നാടിൻ്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും അനിവാര്യമായ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഗതാഗത സഞ്ചാരത്തിനുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളത്. അതില്ല എങ്കിൽ ജനങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യമായി പോകും. കായംകുളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത നിർമ്മാണം നിർത്തിവെച്ച് തൂണിന്മേൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്ന സായാഹ്ന ധർണയിൽ സോൺ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ധർണ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ താഹ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾ നടപ്പാക്കരുതെന്നും നാടിന്റെ വികസനത്തെ അത് തകർക്കുന്ന സ്ഥിതിയിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉയരപാത എന്ന ആവശ്യം നേടിയെടുക്കുന്നതിന് സമരസമിതിയോടൊപ്പം പ്രസ്ഥാനം ശക്തമായി നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ജനകീയ സമരസമിതി ചെയർമാൻ ആയിരത്ത് അബ്ദുൽ ഹമീദ് അധ്യക്ഷനായി. നിസാർ സക്കാഫി, ഇമാമുദ്ദീൻ സക്കാഫി, ഹുസൈൻ മുസ്ലിയാർ, അനസ്, ഷാമിൽ, ഇർഫാനി, അനീസ് മുഹമ്മദ്, അബ്ദുൽ ഖയ്യൂം എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.